ഹേ എവ്രി വൺ, നീണ്ട 50 വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക അവരുടെ നെക്സ്റ്റ് ക്രൂഡ് ലൂണാർ മിഷൻ ലോഞ്ച് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ഏപ്രിൽ 1, 2026 അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ലൂണാർ മിഷനായിട്ടുള്ള നമ്മുടെ ആർട്ടിമസ് ലോഞ്ച് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആർട്ടിമസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെന്ന് നമുക്ക് നോക്കാം. അമേരിക്കയുടെ ഈ ഒരു ലൂണാർ മിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 10 days ടെസ്റ്റ് ഫ്ലൈറ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ഫ്യൂച്ചർ ആയിട്ടുള്ള ലൂണാർ മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ എക്സാക്ട് ദൗത്യം എന്ന് പറയുന്നത്. ഈ ഒരു മിഷനിൽ 4 ആളുകളാണ് ഭാഗമായിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ ഒരു ലൂണാർ മിഷന്റെ ഭാഗമായി വരുന്നത് ഈ ഒരു ദൗത്യത്തിലാണ്. അപ്പോളോ ദൗത്യങ്ങളായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്നതെങ്കിൽ ആർട്ടിമസ് എന്നാണ് അവർ ഇപ്രാവശ്യത്തെ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവരാരും തന്നെ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നില്ല. പകരം ഇവരെല്ലാം ചന്ദ്രൻ്റെ ലോക്കൽ വിസിനിറ്റിയിൽ നിന്നാണ് പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും ചന്ദ്രനിലേക്ക് ഈ ഒരു മിഷനിൽ ഇറങ്ങുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. ക്രിസ്റ്റീന കോച്ച് എന്നുള്ളതാണ് ആദ്യമായിട്ട് ലൂണാർ മിഷന്റെ ഭാഗമാവുന്ന സ്ത്രീയുടെ പേരെന്ന് പറയുന്നത്. ഇവരെ കൂടാതെ തന്നെ മറ്റു 3 പേരും ഈ ദൗത്യത്തിനകത്തുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കോമെന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക.